മലയാളത്തിലെ മുൻനിര നായകന്മാരിൽ ഒരാളാണ് മമത മോഹൻദാസ്. ഹരിഹരൻ സംവിധാനം ചെയ്ത മയൂഖം എന്ന ചിത്രത്തിലൂടെ അഭിനയ രംഗത്തേക്കെത്തിയ മമതയുടെ വളർച്ചയും അതിവേഗമായിരുന്നു. രോഗബാധിതയായിരുന്ന സമയത്ത് താൻ നേരിട്ട ചില പ്രശ്നങ്ങളെക്കുറിച്ച് മമത അഭിമുഖങ്ങളിൽ വെളിപ്പെടുത്തിയിരുന്നു. ഇപ്പോഴിതാ നടനും സംവിധായകനുമായ ആലപ്പി അഷ്റഫ് മമതയുടെ ജീവിതത്തിൽ സംഭവിച്ച ചില കാര്യങ്ങൾ തുറന്നു പറഞ്ഞിരിക്കുകയാണ്. തന്റെ യൂട്യൂബ് ചാനലിലൂടെയാണ് അദ്ദേഹം ഇക്കാര്യങ്ങൾ പറഞ്ഞത്. തെലുങ്കിലെ ബിഗ് ബഡ്ജറ്റ് ചിത്രമായ അരുന്ധതിയിൽ അനുഷ്ക ഷെട്ടിക്ക് പകരം അഭിനയിക്കേണ്ടത് മമതയായിരുന്നു. കരാറിൽ ഒപ്പിട്ടിരുന്നു. സിനിമയുടെ മാനേജറുടെ കുബുദ്ധി കാരണമാണ് മമത അതിൽ നിന്നും പിന്മാറിയത്. മലയാളത്തിലും അരുന്ധതി സൂപ്പർ ഹിറ്റായിരുന്നു. സിനിമയും കുടുംബവുമായി ജീവിക്കുന്നതിനിടെയാണ് അവർക്ക് ക്യാൻസറാണെന്ന് മമത തിരിച്ചറിഞ്ഞത്. അതിനെ ധൈര്യം കൊണ്ട് തോൽപ്പിക്കുകയാണ് ചെയ്തത്. ആദ്യ സമയങ്ങളിൽ മമതയ്ക്ക് ക്യാൻസറാണെന്ന് സിനിമയിൽ ഉള്ളവരെ പോലും അറിയിച്ചിരുന്നില്ല. സംസ്ഥാന സർക്കാരിന്റെ മികച്ച നടിക്കുള്ള പുരസ്കാരവും മമതയെ തേടിയെത്തി. ഇതിനു പിന്നാലെയായിരുന്നു മമതയുടെ വിവാഹം. ബാല്യകാല സുഹൃത്തും ബിസിനസ്സുകാരനുമായ സുജിത്ത് പത്മനാഭനെയാണ് 2011 വിവാഹം കഴിച്ചത്. 2012 വിവാഹമോചനത്തിനുള്ള തീരുമാനത്തിലെത്തിയതും ശ്രദ്ധേയമായിരുന്നു. അതിനുശേഷമാണ് പിന്നണി ഗാനരംഗത്ത് മമത സജീവമായത്. ഈ സമയത്ത് അവരുടെ ജീവിതത്തിൽ ക്യാൻസർ വീണ്ടും വില്ലനായി എത്തി. സിനിമകൾ മാറ്റിവെച്ച് അവർ ചികിത്സയിലായി. അങ്ങനെ മമത മജ്ജ മാറ്റിവയ്ക്കൽ ശസ്ത്രക്രിയയ്ക്ക് വിധേയമായി. വീണ്ടും അവർ അഭിനയത്തിൽ സജീവമായി. 2013 ആയപ്പോഴേക്കും വീണ്ടും മമതയുടെ രോഗം മൂർച്ഛിച്ചു. ആ സമയത്ത് അവർ ചില കാര്യങ്ങൾ പറയുകയുണ്ടായി. കേരളത്തിൽ തുടരാൻ ഇനി സാധിക്കില്ല. സഹപ്രവർത്തകരുടെ സഹതാപം നിറഞ്ഞ നോട്ടങ്ങൾ. നടിയായതുകൊണ്ട് മേക്കപ്പും വിഗ്ഗുമില്ലാതെ പുറത്തിറങ്ങാൻ കഴിയില്ല. ചില ആശുപത്രികളിൽ നിന്ന് നേരിടേണ്ടി വന്ന ലൈംഗിക വൈകൃത അനുഭവങ്ങൾ, നോട്ടങ്ങൾ, മരുന്നുകളുടെ വില, ഇതൊന്നും താങ്ങാൻ വയ്യെന്നാണ് അവർ പറഞ്ഞത്. ആ സമയത്ത് അമേരിക്കയിൽ കണ്ടുപിടിച്ച പുതിയ ചികിത്സാരീതി പരീക്ഷിക്കാൻ മമതയ്ക്ക് അവസരം ലഭിച്ചു. അതിനായി അമേരിക്കയിലേക്ക് പോയ ആദ്യ ഇന്ത്യക്കാരിയായിരുന്നു മമത. ചില നടിമാർ സൂപ്പർ സ്റ്റാർ എന്ന് പ്രചരിപ്പിക്കാൻ PR വർക്കേഴ്സിനെ നിയമിച്ചിട്ടുണ്ട്. മലയാളത്തിലെ നടിമാർ ഇങ്ങനെയുള്ളവരല്ലെന്നും മമത പറഞ്ഞിരുന്നു. ആലപ്പി അഷ്റഫ് പറഞ്ഞു.